നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷൻ വാങ്ങുന്ന 1600 രൂപ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മെസ്സേജാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഒരു തരത്തിലുള്ള മതരാഷ്ട്രീയ കാര്യങ്ങളും നമ്മുടെ ചാനൽ പ്രതിപാദിക്കുന്നില്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും നമ്മുടെ വീഡിയോസിൽ വരുന്നത്. ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം. പുതിയ അപ്ഡേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യും. ക്ഷേമ പെൻഷനുകൾ അത് ജനങ്ങളുടെ അവകാശമല്ല, മറിച്ച് സർക്കാരിൻ്റെ ഔദാര്യമാണ്. സർക്കാർ ജനങ്ങൾക്ക് നൽകുന്ന ഒരു സേവനങ്ങൾ മാത്രമാണെന്ന് സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വരുന്ന ആളുകളിൽ എത്ര ആളുകൾക്ക് പെൻഷൻ ലഭിക്കുമെന്നുള്ളത് കണ്ടറിയണം. പല സമയങ്ങളിലും ക്ഷേമ പെൻഷനുകൾ അത് അനർഹയിലേക്ക് എത്തുന്നുണ്ടെന്നുള്ള പല രൂപത്തിലുള്ള കണക്കുകളും സർക്കാരിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ജനങ്ങളുടെ കടുത്ത പ്രതിഷേധം ഭയന്ന് സർക്കാർ ആ തീരുമാനം പല സമയങ്ങളിലും മാറ്റിവെക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ സർക്കാരിൻ്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം ആ നിയമം സർക്കാർ വീണ്ടും പൊടിതട്ടിയെടുക്കുകയാണ്. 2000 സ്ക്വയർ ഫീറ്റിന് മേൽ കൂടുതൽ വീടുകളുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ 4 ചക്ര വാഹനമുള്ള ആളുകൾക്ക്, വീട്ടിൽ ഏതെങ്കിലും രൂപത്തിലുള്ള AC ഉള്ള ആളുകൾക്ക്, അത് മക്കളുടെ പേരുള്ള ഭൂമിയിലാണെങ്കിലും അവർ താമസിക്കുന്ന വീടിൽ ഏതെങ്കിലും റൂമിൽ AC ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ വീട്ടിൽ താമസിക്കുന്ന ആർക്കെങ്കിലും 2000 സ്ക്വയർ ഫീറ്റിൻ്റെ മേലേക്ക് വീടുള്ള ആളുകളാണെങ്കിൽ, അതുമല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും സ്വന്തമായി കാറുള്ള ആളുകളാണെങ്കിൽ, കുടുംബത്തിലും മുഴുവനായിട്ട് 1 ഏക്കറിൻ്റെ മേലെ ഭൂമിയുള്ള ആളുകൾക്ക്, ഇവർക്കെല്ലാം വരുന്ന ആളുകൾ തന്നെ പെൻഷൻ സർക്കാർ ഒഴിവാക്കും. ഈ ഒരു കുടിശ്ശിക തീർത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ മസ്റ്ററിംഗ് മറ്റ് നടപടിയിലേക്ക് സർക്കാർ കടക്കുകയും അതിന് മുന്നോടിയായി തന്നെ വാർഡ് മെമ്പർമാരെയോ കൗൺസിലർമാരെയോ ഉപയോഗിച്ച് എല്ലാ വീടുകളിലും സർവേ നടത്തുകയും സർവേൻ്റെ അടിസ്ഥാനത്തിൽ പല ആളുകളെയും പെൻഷനിൽ നിന്ന് ഒഴിവാക്കുകയാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ ഒരു നടപടിയിലേക്ക് സർക്കാർ കടക്കും. ഓരോ മാസവും സർക്കാരിന് പെൻഷൻ നൽകാൻ പല രൂപത്തിലുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം സാധിക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഏകദേശം 8 മാസത്തോളം രൂപ പെൻഷൻ നൽകാനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ ഇനി തീരുമാനമെടുക്കുക. ഏതായാലും വരുന്ന ആളുകളിൽ ഈ ഒരു കൂടുതൽ വീടുള്ള ആളുകൾക്ക്, വാഹനമുള്ള ആളുകൾക്ക്, സ്വന്തമായി 1 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ള ആളുകൾക്കെല്ലാം ഈ നിയമം ബാധകമാവുന്നതിനെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.